every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. What's wrong with me? I just feel weight pushing on my chest. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോൾബെറ്റ നമ്മുടെ ടീ ഫാക്ടറിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അടിപൊളി വൈബാണ് ഇവിടെ നമ്മൾ എത്തുമ്പോൾ. നമ്മൾ കോളേജ് ടൂറായിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ കോളേജിൻ്റെ കുറച്ച് വൈബ്സും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ ആഡ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ കയറിപ്പോകും, നമുക്ക് മുകളിലേക്ക് പോയിട്ടാണ് നമുക്ക് തേയില ഫാക്ടറിയും ബാക്കിയുള്ള കാര്യങ്ങൾ കാണേണ്ടത്. നമ്മൾ മുകളിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് പച്ച പരവതാനി നീർത്തതായിട്ടുള്ള താഴെ കാഴ്ചകളും പിന്നെ മുകളിൽ നീലാകാശവും എല്ലാം നമുക്ക് അടിപൊളിയാണ്. നല്ല മേഘങ്ങളെല്ലാം വന്ന് നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോളേജിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നമ്മൾ അടിപൊളിയായിട്ടാണ് ടൂർ പോകുന്നത്. ടൂറൊക്കെ സെറ്റായിട്ട് പോയി അങ്ങനെ ഏകദേശം അവസാന ദിവസമാണ് നമ്മളിവിടെ ഊട്ടിയിൽ നമ്മളിവിടെ ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടീ ഫാക്ടറി താഴെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചർ ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് നിറച്ച് അവിടുത്തെ സിറ്റി ഏരിയാസും പിന്നെ അഡ്വഞ്ചർ ഏരിയ ഇതെല്ലാം കണ്ടിട്ട് സൈഡിൽ നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകാൻ കണ്ടോ. നമ്മുടെ കോളേജിലെ കൂടുതൽ പേരും ഇപ്പോൾ നിറച്ച് ഇവിടെ ക്രൗഡാണ്. ഇപ്പോൾ നിറച്ച് കോളേജിൽ നിന്നൊക്കെ ടൂർ വരുന്ന ഒരു സമയമായതുകൊണ്ട് നിറച്ച് ക്രൗഡാണ്. ഇപ്പോൾ ടീ ഫാക്ടറിയാണ് അവിടെ സൈഡിൽ ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ മുകളിലേക്ക് ടീ ഫാക്ടറിയിൽ ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്കാണ് ടീ ഫാക്ടറിയിലേക്കാണ് പോകേണ്ടത്. ടീ ഫാക്ടറിയിൽ നിന്ന് പോകുന്ന വഴിക്കാണ് നിറച്ച് പേര് ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സൈഡിലൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ, ആയിട്ട് നമ്മളിവിടെ നേരിട്ടങ്ങ് കാണുന്ന ആ ഒരു അറ്റം ഭാഗത്താണ് നമുക്കിനി പോവേണ്ടതുണ്ട്. നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ട്, വളരെ വേഗം നടന്നെത്തി. അതായത് ഞാൻ കുറച്ച് വീഡിയോ എടുക്കാത്തതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നല്ല രസമാണ്. നിറച്ച് നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും ഫ്രണ്ട്സിനോട് നിറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമാണ്. ഇവിടെ കാണാനുള്ള ഉള്ളിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് എങ്ങനെയാണ് നമ്മുടെ തേയില ഇലയെ അവർ പ്രോസസ്സ് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് തേയിലപ്പൊടിയായിട്ട് മാറുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പഴയ കാലത്ത് ഇവിടെ ആൾക്കാരുടെ അവരുടെ കുറച്ച് മെമ്മറീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് അവരുടെ ഫസ്റ്റ് ഇവിടെ ടീ ഫാക്ടറിയുടെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെ ഒറിജിനായി അവിടുത്തെ തൊഴിലാളികളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോക്ലേറ്റും പിന്നെ അതുപോലെ ടീ ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ നമുക്ക് ഈ ഒരു പ്ലേസിൽ നമുക്ക് കണ്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഫസ്റ്റ് ഇവിടെയാണ് സ്റ്റാർട്ടിങ്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തുടക്കത്തിൽ നമുക്ക് നോക്കുമ്പോൾ കണ്ട ഒരു ഗ്ലാസ് പോലെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റും. താഴോട്ട് പോകുമ്പോൾ എല്ലാം കുറച്ച് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഇവിടെ നമുക്ക് ആ തേയില ഇലയെ അവർ നുള്ളിയെടുത്ത തേയില ഇലയെ നമ്മൾ തിളുന്തലയെന്ന് പറയില്ല, ഈ തിളുന്തലയെ നമുക്ക് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇവിടെ അനങ്ങിക്കൊണ്ടിരിക്കും മെഷീൻസൊക്കെ. ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ കണ്ടത് ഇങ്ങനെ ജസ്റ്റ് അനങ്ങി അവിടെ ഇട്ട് ചൂടാക്കി ആ ഒരു ചൂട് നല്ല ഹീറ്റാക്കി അതിലുള്ള ഹ്യൂമിഡിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കണ്ടു ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. പയ്യെ ഇതിങ്ങനെ ചലിച്ച് ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത് വേറൊരു പ്ലേസിൽ പോയി അത് കണ്ട മാറി ഈ പ്രോസസ്സിങ് എല്ലാം കഴിയുമ്പോൾ കറക്റ്റ് തേയിലപ്പൊടിയായി മാറുന്ന നമുക്ക് ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ ഇത് അനങ്ങി അടുത്തുള്ള പ്രോസസ്സ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു സംഭവം ഇങ്ങനെ കറങ്ങി പോകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ നിന്ന് വരുന്ന തേയിലയുടെ ഇലയെ ഇതിൻ്റെ അകത്തേക്ക് ഇടും. ഇതിൽ നിന്ന് കുറച്ച് അരച്ചതിന് ശേഷം താഴേക്ക് പോയിട്ടാണ് ബാക്കി പ്രോസസ്സ് കാണാൻ പോകുന്നത്. നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഉണ്ടാക്കിയ തേയിലപ്പൊടിയിൽ നിന്ന് തന്നെ നമുക്ക് ചായയൊക്കെ ഫ്രീ ആയിട്ട് ഇവർ തരും. ഫ്രീ എന്നല്ല, നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് അത് ചായയൊക്കെ തരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതിനുശേഷം നേരത്തെ മുകളിൽ നിന്ന് വന്നത് കണ്ട് ഇവിടെയാണ് ചായ തരുന്ന പ്ലേസ്. പിന്നെ നമുക്ക് ഏകദേശം നേരത്തെ മുകളിൽ നിന്ന് വന്നില്ലേ ആ തേയില ഇലയെ വീണ്ടും ഇവിടെ വെച്ച് പ്രോസസ്സ് ചെയ്ത് കുഞ്ഞുനായിട്ട് അരയ്ക്കുന്നുണ്ട്. ഈ ഒരു മെഷീനിലായിട്ട് കുഞ്ഞുനായിട്ട് റൗണ്ട് ചെയ്ത് കണ്ട് അരച്ചരച്ചിട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കാണുന്നില്ല, അങ്ങനെ റൗണ്ട് അടിച്ചടിച്ച് അരച്ചരച്ചെടുത്ത് കുഞ്ഞുനാക്കി മാറ്റി കണ്ട. കുഞ്ഞുനാക്കി മാറ്റിയതിന് ശേഷം വീണ്ടും അതിനെ അരച്ച് ഏകദേശം നമുക്കൊരു ബ്രൗണിഷ് കളറിലേക്ക് മാറും. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ബ്രൗണിഷ് കളറിലേക്ക് ഉണ്ട്. ബ്രൗണിലൊരു പച്ച. ഇതിന് വീണ്ടും നമ്മൾ ഹീറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രൗണിഷ് ആയിട്ടാണ് നമ്മുടെ ഒരു കറക്റ്റ് തേയിലപ്പൊടിയുടെ ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്ന് കറങ്ങി പോകുന്നുണ്ട് അത്. ഓക്കെ, അങ്ങനെ ഏകദേശം കണ്ട ഇവിടെ എത്തുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ നല്ല അതിൻ്റെ പശപ്പും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നിനൂടെ ഇങ്ങനെ കറങ്ങി പോകുന്നതനുസരിച്ച് മാറിക്കൊണ്ടാണ്ടിരിക്കുന്നത്. കറക്റ്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണ്ട. ഇനി അതെല്ലാം ശേഷം അതെല്ലാം പോയിട്ട് ഒരു കുഞ്ഞ് പാത്രം പോലെ ഒരു പ്ലേസിലേക്ക് പോകും. അതിൻ്റെ അടിയിലും വീഴുന്ന സംഭവമൊക്കെ അടിയിൽ ബാക്കി പോകുന്നുണ്ട്. പിന്നെ ഇതിൽ പോയതിന് ശേഷം അതിൻ്റെ അകത്ത് കിടന്നും ഒരു ഹീറ്റ് ചാമ്പറാണ് ഈ ചാമ്പർ എന്ന് പറഞ്ഞാൽ. ഈ ഹീറ്റ് ചാമ്പറിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല രീതിയിൽ റോൾ ചെയ്ത് ഇതിനെ വീണ്ടും നമ്മളിവിടെ നിന്ന് മാറ്റി അങ്ങനെ റോൾ ചെയ്യുന്നത് അത് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ അറ്റത്തോക്കി പോയിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുകയാണ് ഇതിൻ്റെ അകത്ത്. ആ ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, നമ്മൾ റൗണ്ട് ചെയ്ത് അതിനെ കറങ്ങിയ പ്രോസസ്സിന് ശേഷം നല്ല രീതിയിൽ കാറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് കാറ്റാണ് ഇവിടെ, നല്ല ചൂടുമാണ് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത്. പിന്നെ ഇതിനെ റൗണ്ട് ചെയ്ത് റോൾ ചെയ്ത് കണ്ട് ഇതിൽ കൂടെ വീണ്ടും ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങി വീണ്ടും തിരിച്ച് വരുന്നുണ്ട്. ഇവിടെ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. പിന്നെ വേറൊരു മെഷീനിൽ നമ്മൾ പൊടിയാക്കുന്ന അതിന് 2-3 സ്റ്റെപ്പുകളുണ്ട് കണ്ടോ. ഇവിടെ ഏകദേശം മുകളിൽ നമ്മൾ അവിടെ നിന്ന് വന്നത് മുകളിൽ പോയിട്ട് വീണ്ടും പൊടിയാക്കും. പിന്നെ ഇവർക്ക് ഇത് ഓരോ പ്രോസസ്സിംഗ് ആണ്. ഇങ്ങനെ കറങ്ങിയതിന് ശേഷം തരിയാവാനുള്ള തേയിലയുണ്ട്. അങ്ങനെ പല തേയിലകളായിട്ട് മാറ്റും. അതിനുശേഷം കണ്ട കുഞ്ഞുവിനെ
കുഞ്ഞു കവറുകളിലേക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ തേയിലപ്പൊടി തരി ഇതെന്ന് പറഞ്ഞാൽ കുറേ മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വരുന്നതിനെ നമ്മൾ പൊടിയായിട്ട് എടുക്കും, ബാക്കിയുള്ളത് തരി തേയില എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഓരോ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ് മാറ്റി എടുക്കേണ്ടത്. ഇത് തരിയായിട്ട് വേണം വരുന്നത്. അങ്ങനെ ഇത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുകൊണ്ട് മാറ്റി പല സൈസുകളിലേക്കും പല മെത്തേഡിലാക്കി മാറ്റിയിട്ട് നമ്മൾ കവറുകളിലേക്ക് പാക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ പാക്ക് ചെയ്തെടുക്കുന്നവർ. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ സൈസിൻ്റെ അളവിൽ ഇവർ അതിനെ ഓരോന്നായിട്ട് വേർതിരിക്കുന്നതാണ്. വേണ്ട, ഇപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലിലുള്ളതാണെങ്കിൽ ഇങ്ങനെ അത് കുലുങ്ങുന്ന സമയത്ത് ഒരു ലെവലിലുള്ള പൊടികൾ വീഴും. അത് ഓരോന്നിനും അവർ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇന്ന ലെവലിനുള്ളത് ഇന്ന തരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് ഉണ്ട്, ഇത്ര സൈസിനുള്ളതെന്ന് പറഞ്ഞ് ഓരോന്നും സൈസ് വ്യത്യാസം അവർ വരുത്തുന്നത് ഇങ്ങനെ ഈ ഒരു ലെവലാണ്. ഇങ്ങനെ ഇരിക്കുന്ന ആ മൊത്തം ചാക്കിലെ അവർ എടുത്തതിന് ശേഷം ഇത് ഈ ഒരു ലെവലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ഓരോന്നായിട്ട് ഈ കവറുകൾ പോലെ ആ കാണുന്ന ചുവപ്പ് കവറുകളിലേക്ക് ഇവർ പാക്ക് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. ഇത് നല്ലൊരു സിമ്പിൾ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റൗണ്ടഡ് പ്രോസസ്സാണ്. ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും ടീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് ടീ ആണ്, കാരണം ഇവിടെ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ച ഫ്രഷ് ടീ നമുക്ക് മേടിക്കാൻ പറ്റും. മേടിക്കാനുള്ള എല്ലാ ഇതും നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ചായ തരുന്നതാണ്. കണ്ടോ, ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചായ തരാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് കുടിച്ചിട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ചായ. എന്തായാലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് എത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, 3 പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷമല്ല നമ്മൾ കാണുന്ന ഇവിടുത്തെ നമ്മൾ ടീയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ട്. ടീയുടെ ചോക്ലേറ്റ് ടീ, പിന്നെ കാർഡമൻ ടീ, പല ഫ്ലേവേഴ്സിലുള്ള നമുക്ക് അടിപൊളി ടീസ് നമുക്ക് കുടിക്കാം. ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു, അത് നല്ല രീതിയിൽ അത് യൂസ് ചെയ്ത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പൈസസ് എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് മേടിക്കാം. കുറച്ച് പൈസ ആകുന്നേ ഉള്ളൂ, പൈസ എല്ലാത്തിനും ആവും. പിന്നെ അടുത്ത് ചോക്ലേറ്റ് ഫാക്ടറി, നമുക്കിവിടെ നിന്ന് മുകളിലേക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിക്കകത്ത് കുറേ നല്ല ചോക്ലേറ്റൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് നല്ല റേറ്റും ഉണ്ട്. ചോക്ലേറ്റ് നല്ല രസമാണ് കാണാനും. അതിൻ്റെ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ ജസ്റ്റ് ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇവർ. എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുണ്ട്, ചോക്ലേറ്റ് എങ്ങനെ മേക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ചുണ്ട്. ഇവിടെ ഒരാൾ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് എങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അതിലൂടെ നിന്ന് ഇവർ കച്ചവടം കൂടെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ വരുന്നവർ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർ മേടിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ചോക്ലേറ്റ്സുകളിൽ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട്, ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ചോക്ലേറ്റ്സ്. പിന്നെ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ചോക്ലേറ്റിൻ്റെ തന്നെ പല രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് പല വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ട് പല ഫ്ലേവേഴ്സിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്. ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് ഒരുമിച്ച് മേടിക്കാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസാണ്. എന്ന് പറഞ്ഞാൽ അവർ ഓവർ വിലയില്ല, അവരൊരു മീഡിയം റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് റേറ്റ്സ് ആണ്, റേറ്റ്സിൽ വേറെ ചേഞ്ചസ് ഒന്നും ബാർഗെയിനിങ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഫിക്സഡ് റേറ്റ്സ് ആണ് ഉണ്ട്. നിറച്ച് വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നട്ട്സ് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് മേടിക്കാം, നമ്മൾ വഴിയോരത്ത് നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് ഞാനിത് പണ്ട് വന്നപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴിത് ഞാൻ കണ്ടതാണ്. ഓക്കെ, ഈ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് നമുക്ക് നല്ല വൂളൻ ക്ലോത്ത്സും പിന്നെ അത് തണുപ്പത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലോത്ത്സ്, പിന്നെ അവരുടെ തനിമയായിട്ട് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ടീ ഫാക്ടറിയെക്കുറിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോകൾക്ക് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ഞാൻ ട്രിപ്പിന് പോയ കുറേ വീഡിയോസ് ഇനി ഇടാനുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.